കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ചേരുകയാണ് 24-നൊപ്പം. സാർ, അങ്ങ് ബജറ്റിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനം അത് വലിയ വിവാദമാക്കിയിരിക്കുന്നു. ഒപ്പം അങ്ങേക്കെതിരെ കേരളത്തിലെ ഇടതുപക്ഷവും കോൺഗ്രസും രംഗത്തെത്തിയിരിക്കുക. കേരളത്തെ അങ്ങ് അവഹേളിച്ചു എന്നാണ്. അതായത് കേരളത്തെ തകർത്തിരിക്കുകയാണ് ഇടതുപക്ഷം 10 വർഷം. അതിന് മുമ്പ് UDF തകർത്ത് വെച്ചിരിക്കുകയാണ്, പൂർണ്ണമായിട്ട് തകർത്തു. അത് പൂർണ്ണമായിട്ട് തകർക്കാൻ വേണ്ടി UDF അതിന് പിന്തുണ കൊടുക്കുകയാണ്. ശമ്പളം കൊടുക്കാൻ സാധിക്കില്ല, അത് മോഡി പൈസ കൊടുത്താലേ സാധിക്കുകയുള്ളൂ. ഇവിടുന്ന് പൈസ കൊടുത്താൽ അത് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്, നിങ്ങൾ തന്നാലേ കിട്ടുകയുള്ളൂ എന്ന് പറയുന്നു. ഗോവിന്ദ മാഷ് പറയുന്നത് ഇപ്പോൾ ശമ്പളം കിട്ടുന്നുണ്ടല്ലോ, നാളെ അതും കിട്ടുമെന്ന് ഉറപ്പില്ല. DA 6 പ്രാവശ്യം തടഞ്ഞു കൊടുത്തിട്ടില്ല. റേഷൻ വിതരണം മോഡിയാണ് മുഴുവൻ റേഷനും കൊടുക്കുന്നത് സൗജന്യമായിട്ട്. അതിന് പൈസ ഇല്ലാഞ്ഞിട്ട് അത് തടയുന്ന അവസ്ഥ വന്നു, നിൽക്കുന്ന അവസ്ഥ വന്നു. അപ്പോൾ എല്ലാ രംഗത്തും കേരളത്തെ തകർത്തിരിക്കുകയാണ് LDF. സാമ്പത്തിക രംഗം, വിദ്യാഭ്യാസ രംഗം, ഇൻഡസ്ട്രി, അങ്ങനെയുള്ള എല്ലാ കാര്യത്തും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് മോഡി വന്നതിന് ശേഷം അത് സംയുക്തമായിട്ട് ശ്രമിച്ചുകൊണ്ടായിട്ടുണ്ട്. ഞാനത് അംബാസഡർ ആകാൻ തയ്യാറാണ്, പക്ഷേ CA2 നിയന്ത്രിക്കുക. അവർ തകർത്തില്ല ഇവിടുത്തെ ഇൻഡസ്ട്രീസ്. അതുപോലെ SFI തകർത്തുകൊണ്ടിരിക്കുകയല്ലേ, ഓരോ കോളേജും തകർത്തുകൊണ്ടിരിക്കുകയല്ലേ. ആ അക്രമം കൊണ്ട് കുട്ടികൾ നാട് വിട്ടു പോകുമല്ലോ, മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നു. അവർ വിദേശത്ത് പോകുന്ന കുറച്ചേ ഉള്ളൂ, പക്ഷേ ഭൂരിപക്ഷം കുട്ടികളും മറ്റ് സംസ്ഥാനത്ത് പോയി പഠിക്കുന്നു. അത് നിലവാരമില്ലാത്തതുകൊണ്ടല്ല, പ്രാണഭയം കൊണ്ടാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് തുറന്നു പറയുക, ഞങ്ങൾ തകർത്തിരിക്കുന്നു കേരളത്തെ. സാമ്പത്തികമായിട്ട് തകർത്തിരിക്കുന്നു, വിദ്യാഭ്യാസമായിട്ട് തകർത്തിരിക്കുന്നു, ഇൻഡസ്ട്രിയലായിട്ട് തകർത്തിരിക്കുന്നു, എല്ലാം തകർത്തിരിക്കുന്നു. എന്തെങ്കിലും അത് ഇൻഫ്രാസ്ട്രക്ചർ അങ്ങനെയുള്ള എല്ലാം ചെയ്യുന്നത്, വിഴിഞ്ഞത്തിന് കൊടുക്കുന്നത് അത് അനുമതി കൊടുത്തത് മോഡിയല്ലേ. അത് മൂടി വെക്കാൻ വേണ്ടി അതിന്റെ 30 വർഷം നടന്നില്ല, അതിന്റെ പുറകെ കിട്ടിയില്ലല്ലോ, മോഡിയല്ലേ കൊടുത്തത്. വയനാട്ടിൽ മുഴുവൻ കാര്യങ്ങളും മോഡിയല്ലേ ചെയ്തത്, വെളുപ്പിന് എഴുന്നേറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ മോഡി എന്തിനാണ് അവിടെ വന്നത്, എന്തിനാണ് അത് ചെയ്തത് എന്നാണ് തിരിച്ചു ചോദിക്കുന്നത്. ഇത് കാപട്യമാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ എതിർത്ത് തോൽപ്പിച്ചേ പറ്റുള്ളൂ, യാതൊരു സംശയമില്ല. ഒന്നാം സ്ഥാനത്ത് എത്തിയത് കേരളത്തിന്റെ കുഴപ്പമാണോ എന്നാണ് ഭരണകൂടം. ഒന്നാം സ്ഥാനത്ത് എവിടെ എത്തി? സാമ്പത്തിക രംഗത്ത് ഒന്നാം സ്ഥാനത്താണ്. വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ എത്ര ഉയർച്ചയിലായിരുന്നു, അത് തകർത്തില്ലേ. കുട്ടികളെല്ലാം ഓടിക്കുകയല്ലേ, കേരളത്തിൽ നിന്ന് ഓടിക്കുകയല്ലേ. അതുപോലെ ഇൻഡസ്ട്രിയൽ രംഗത്ത് എവിടെയാണ് നിൽക്കുന്നത്? അടിസ്ഥാന വികസനം മോഡി ചെയ്യുന്നതല്ല, അത് എവിടെയുള്ളത്? അപ്പോൾ അത് മോഡി ചെയ്യുന്നതല്ലാതെ കേരളത്തിലൊന്നുമില്ല, അല്ലെങ്കിൽ അവർ തെളിയിക്കട്ടെ. യാഥാർത്ഥ്യം തുറന്നു പറയാൻ കേരളം ഇപ്പോഴും തയ്യാറാകുന്നില്ല എന്നാണോ അങ്ങ്? അതല്ലേ ഞാൻ പറഞ്ഞത് ഫിനാൻസ് ഇവിടെ പറഞ്ഞത്. അതുവരെ ഞാൻ പറഞ്ഞു, ഇപ്പോൾ കുറച്ച് കടുപ്പത്തിൽ പറയുന്നേ ഉള്ളൂ. അന്ന് കുറച്ച് ശാന്തമായിട്ടാണ് പറഞ്ഞത്. 6 മാസമായിട്ട് ഞാൻ പറയുന്നതാണ്, നിങ്ങൾ ഫിനാൻസ് കൺഫൈൻ്റെ സമയമാണ്. ഫിനാൻസ് കമ്മീഷനെ ബോധ്യപ്പെടുത്തണം. അത് പിന്നോക്കാവസ്ഥ എവിടെയെങ്കിലും ഉണ്ട് ചോദിച്ചാൽ തരും. സാമ്പത്തികമായിട്ട് തകർന്നതിന് പിന്നോക്കാവസ്ഥയല്ലേ, ശമ്പളം കൊടുക്കാൻ പറ്റാത്തത് പിന്നോക്കാവസ്ഥയല്ലേ, റേഷൻ വിതരണം ചെയ്യാൻ പറ്റാത്തത് അതിനുള്ള പ്രതിസന്ധി വരുന്നത് പിന്നോക്കാവസ്ഥയല്ലേ. അത് പ്രതിസന്ധി എന്ന് പാടുപെട്ടാതെ പരിഹരിച്ചാൽ നമുക്കറിയാം. എന്തെല്ലാം തിരയുടെ കാണിച്ചാണ് രക്ഷപ്പെട്ടതെന്നറിയാം, അവർക്കൊരു ഇത് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ അതുകൊണ്ട് അത് തുറന്നു പറയണം. അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് കിട്ടും. അല്ലാതെ ഞങ്ങൾ ഒന്നാം സ്ഥാനത്താണെന്ന് പറയുന്നത്. വിദ്യാഭ്യാസത്തിന്റെ നിലവാരം എന്ന് പറയുന്നത് ശ്രീനാരായണപുരിയും ചട്ടമ്പിസ്വാമികളും അതുപോലെ ചാവറിയച്ചനും ഒക്കെ നിലനിർത്തി ഒന്നാണ്. അതിപ്പോൾ കുടുംബങ്ങൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അതില്ലെന്നാണ് ഇവർ പറയുന്നത്. അത് DPI പറഞ്ഞില്ല, ഇവനൊന്നും പേര് എഴുതാൻ അറിയത്തില്ലെന്ന്. അന്ന് ഞങ്ങൾ എതിർത്തതിന്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി അതിനെ ശരിവെച്ചു. അതിന് കുഴപ്പമില്ല. ഇവിടുന്ന് വെളിയിലേക്ക് എല്ലാ കുട്ടികളും പോകുന്നത്. അവർക്ക് നിലവാരമില്ല എന്ന് പറയുന്നതിൽ ഒരു കുഴപ്പമില്ല. കേരളത്തെ അപമാനിക്കലല്ല, അവരെല്ലാം ജീവിക്കേണ്ടത്. ഇവർ എല്ലാ കോളേജുകളും തകർക്കുന്നു, യൂണിവേഴ്സിറ്റികൾ തകർക്കുന്നു. അതുകൊണ്ട് കേന്ദ്രം സാമ്പത്തികമായിട്ട് തകർന്നിരിക്കുന്നു, ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് കൂടുതൽ സഹായം വേണം എന്ന് പറയട്ടെ ഈ നമ്മുടെ ഫിനാൻസ് കമ്മീഷണർ. കേരളം യാഥാർത്ഥ്യം തുറന്നു പറയാൻ തയ്യാറാകണം, എങ്കിൽ ആവശ്യമായ നടപടികൾ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ വ്യക്തമാക്കുന്നത്.